അങ്ങനെ വാഴ 2 100 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ്. അതും വെറും 7 ദിവസം കൊണ്ടാണ് ഈ ഒരു സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിയത്. അത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. കാരണം ആദ്യത്തെ സിനിമ തന്നെ 100 കോടി കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഹാഷിറും ടീമും ആണെങ്കിൽ സത്യം പറഞ്ഞാൽ തൂക്കിയെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നല്ലൊരു ചിത്രം തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്നവർ ഈ ഒരു സിനിമയുടെ ഹോൾഡാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെയാണ് ബുക്കിങ്ങിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കളക്ഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷമാണ് ഒരു 8 കോടി, അതായത് റിലീസ് ഫസ്റ്റ് ഡേ അല്ലാതെ 8 കോടി ഒക്കെ കിട്ടിയൊരു സിനിമയാണ് നമ്മുടെ വാഴ 2 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു വിജയത്തിലേക്കാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പാണെങ്കിൽ ഏകദേശം 7 ദിവസം കൊണ്ട് 100 കോടി കയറിയ ചിത്രം ലോകയായിരുന്നു. അപ്പം ഈ ഒരു സിനിമയ്ക്കും നല്ല രീതിക്ക് തന്നെ പോസിറ്റീവ് റിപ്പോർട്ടോടാണ് പോകുന്നത്. ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു 200 250 ഒക്കെ നിൽക്കാൻ സാധ്യതയുള്ളൊരു ചിത്രം തന്നെയാണ് വാഴ 2 എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ടൊവിനോയുടെ 10-ാം തീയതി റിലീസായിരുന്ന സിനിമ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പള്ളിച്ചട്ടമ്പി 15-ാം തീയതിയിലേക്ക്. അതും ഒരു നല്ലൊരു സംഭവമാണ്. ഈ ഒരു സിനിമയ്ക്ക് ഓടാൻ വേണ്ടി അത്രയും ദിവസം കൂടെ കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ. എന്തായാലും ഈ ഒരു മാസത്തിലാണെങ്കിൽ ഇനി വലിയ സിനിമകളൊന്നും മലയാളത്തിലധികം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് അത്രയും നല്ലതാണ്. എന്തായാലും ഇതിനെയും എത്രത്തോളം കളക്ഷൻ കയറുവാണോ അതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാഴ 2 ആണോ അതോ വാഴ ഫസ്റ്റ് ആണോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.